السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ തഹരീമുൽ കദിബി, കള്ളം പറയുന്നതിന് നിഷിദ്ധമാണ് എന്നുള്ള അധ്യായത്തിൽ അതിന്റെ ഗൗരവങ്ങൾ സൂചിപ്പിക്കുന്ന ഹദീസുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അല്പം സുദീർഘമായ ഒരു ഹദീസാണ് നമുക്ക് വായിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ളത്. എന്താണ് അതിലടങ്ങിയ ആശയങ്ങൾ എന്ന് ഇന്നത്തെ സമയത്തിനുള്ളിൽ വിവരിക്കുവാൻ നമുക്ക് സാധ്യമായി കൊള്ളണമെന്നില്ല. എത്രയാണോ നമുക്ക് നമ്മുടെ സമയപരിമിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വിവരിക്കുവാൻ സാധ്യമാവുക, അത്രയും പറഞ്ഞ് നിർത്തുകയും ശേഷം നമ്മുടെ അടുത്ത ക്ലാസ്സിൽ തുടരുകയും ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന അടുത്ത ഹദീസ്, വഅൻ സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഖാല كان رسول الله صلى الله عليه وسلم مما يكثر أن يقول لأصحابه هل رأى أحد منكم من رؤيا فيقص عليه من شاء الله أن يقص. സഹോദരങ്ങളെ, സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. ആ സഹാബിയാണ് ഈ സംഭവം പറയുന്നത്. അദ്ദേഹം പറയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു, മിമ്മാ യുക്സിറു, അവിടുന്ന് ധാരാളമായി അവിടുന്ന് ചെയ്യാറുള്ള ഒരു കാര്യം, അൻ യഖൂല ലി അസ്ഹാബിഹി, തന്റെ സഹാബിമാരോട് അവിടുന്ന് ഇപ്രകാരം പലപ്പോഴും പല അവസരങ്ങളിലും പറയാറുള്ള ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിരുന്നു അവരോട് ചോദിച്ചിരുന്നത്? ഹൽ റഅ അഹദും മിൻകും മിൻ റുഅയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്. സഹാബത്തിനോട് ചോദിക്കും, ഹൽ റഅ, ആരെങ്കിലും കണ്ടുവോ? ഹൽ റഅ അഹദും മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മിൻ റുഅയാ, വല്ല സ്വപ്നങ്ങളും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഇങ്ങനെ സമൂഹത്തോട് ചോദിക്കും. ഫയഖുസ്സു അലൈഹി, അപ്പോൾ വല്ലവരും വല്ല സ്വപ്നവും കണ്ടതുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ റസൂലിനോട് അവർ വിവരിച്ചു കൊടുക്കും. മൻഷാ അല്ലാഹു അൻ യഖുസ്സ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ എന്താണോ വിവരിച്ചു കൊടുക്കേണ്ടത്, ഓരോരുത്തരും കണ്ടത് വല്ല സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ കേൾപ്പിക്കും. അതായിരുന്നു പതിവ്. അതായത് ഇവിടെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും സുബഹി നമസ്കാരത്തിന്റെ ശേഷം സഹാബിമാരോട് ചോദിക്കും, ഇന്നലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? അങ്ങനെ വല്ല സഹാബിമാരും വല്ല സ്വപ്നവും കണ്ടവരുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ ഇന്നലെ ഇന്ന സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, വഇന്നഹു ഖാല ലനാ ദാത ഗദാത്തിൻ, സമുറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു, ദാത ഗദാത്തിൻ, ഒരു പ്രഭാതത്തിൽ, അഥവാ സുബഹിന്റെ ശേഷം അല്ലെങ്കിൽ ആ പ്രഭാതത്തിൽ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് ഒരിക്കൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ഒരു സ്വപ്നം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. വഇന്നഹു ഖാല ലനാ ദാത ഗദാത്തിൻ, ഒരു പ്രഭാതത്തിൽ അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ആമുഖമായി പറയാനുണ്ട്. അതായത് നമ്മൾ മുമ്പും പറഞ്ഞു, മുൻ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് സ്വപ്നത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന്.
ആ സ്വപ്നം കണ്ടാൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളും നമ്മൾ വിവരിച്ചിട്ടുണ്ട്. നല്ല സ്വപ്നങ്ങൾ നമ്മൾ കാണും, അഥവാ നമുക്ക് സന്തോഷമുളവാക്കുന്ന സ്വപ്നങ്ങൾ കാണും. അപ്പോൾ നാം സ്വീകരിക്കേണ്ടുന്ന മര്യാദകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഭീതിജനകമായ സ്വപ്നങ്ങളും നമ്മൾ കാണും. ആ അവസരങ്ങളിൽ സത്യവിശ്വാസികൾ പാലിക്കേണ്ടുന്ന അദബുകളും മര്യാദകളും എന്താണെന്നും നമ്മൾ വിവരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇവിടെ നമ്മുടെ അധ്യായം എന്താണ്? കള്ളം പറയൽ നിഷിദ്ധമാണ്. കളവ് പറഞ്ഞാലുള്ള ശിക്ഷ, അതിന്റെ ഗൗരവം എത്രയാണെന്ന് തെര്യപ്പെടുത്തുന്ന, നമുക്ക് ബോധ്യമാകുന്ന ഒരു വിശാലമായ സ്വപ്നത്തിന്റെ റിപ്പോർട്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പതിവ്. നിസ്കാരശേഷം ഇങ്ങനെ പ്രഭാതത്തിൽ ജനങ്ങളോട് ചോദിക്കും, അവര് വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ പറയും. ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് റസൂലുള്ള കണ്ട ഒരു സ്വപ്നം. എന്താ പറഞ്ഞത്? ഇന്നഹു അതാനി അല്ലൈലത ആതിയാനി, തീർച്ചയായും എന്റെ അടുക്കൽ ഇന്നലെ രാത്രി രണ്ടാളുകൾ വന്നു. വഇന്നഹുമാ ഖാലാ ലീ, എന്നിട്ട് ആ രണ്ടാളുകളും എന്നോട് പറഞ്ഞു. എന്താ നബി തങ്ങളോട് സ്വപ്നത്തിൽ വന്ന രണ്ടാളുകൾ പറഞ്ഞത്? ഇൻതലിഖ്, നടക്കൂ മുഹമ്മദേ. ഇൻതലിഖ് എന്ന് പറഞ്ഞാൽ ഇൻതലഖ, നടന്നു. ഇൻതലഖ യൻതലിഖു, നടന്നു, പോയി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അവർ രണ്ടാളും എന്നോട് പറഞ്ഞു, ഇൻതലിഖ് മുഹമ്മദേ, നടക്ക്. റസൂൽ പറയാണ്, ഞാൻ അവരോടൊപ്പം നടന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ ചെന്നെത്തി അലാ റജുലിൻ മുൽതജിഇൻ, കിടന്നുറങ്ങുന്ന ഒരാളുടെ സമീപത്താണ് ഞങ്ങൾ ആദ്യം എത്തിയത്. അലാ റജുലിൻ മുൽതജിഇൻ, അയാൾ കിടക്കുകയാണ്. ഇൽതജഅ എന്ന് പറഞ്ഞാൽ കിടന്നു. മുൽതജിഇൻ, കിടക്കുന്ന ഒരാളുടെ സമീപത്താണ് ഞങ്ങൾ എത്തിയത്. ആ കിടക്കുന്നയാളുടെ പ്രത്യേകത എന്താണ്? അവിടുത്തെ വഇദാ ആഖറു, അന്നേരപദാ മറ്റൊരാൾ അവിടെയുണ്ട്. ആ കിടക്കുന്നയാൾക്ക് പുറമെ അവിടെ വേറൊരാളും കൂടെ ഉണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു? ഖായിമുൻ അലൈഹി, ഈ കിടക്കുന്നവന്റെ തലക്കുഭാഗത്ത് ഇങ്ങനെ അയാൾ നിൽപ്പുറപ്പിച്ചിട്ടുണ്ട്. എന്തും കൊണ്ടാണ് നിൽക്കുന്നത്? ബിസഖറത്തിൻ, വലിയ ഒരു പാറക്കല്ലും കൊണ്ടാണ്. വലിയൊരു പാറക്കല്ലും കൊണ്ടാണ് ഈ കിടക്കുന്നയാളുടെ തലഭാഗത്ത് ആര് നിൽക്കുന്നത്? മറ്റൊരാൾ നിൽക്കുന്നത്. എന്നിട്ട് വഇദാഹുവ, അന്നേരം ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? യഹ്വി ബിസ്സഖറതി, ഈ പാറക്കല്ല് ഇടുന്നുണ്ട്, ശക്തമായി ഈ പാറക്കല്ല് അങ്ങോട്ട് എറിയുന്നുണ്ട്. ലിറഅസിഹി, കിടക്കുന്നയാളുടെ തലമേലേക്ക്. ഈ കിടക്കുന്നയാളുടെ തലയിലേക്കാണ് ഈ വലിയ ഭാരമുള്ള വലിയ പാറക്കല്ലാണ് ഇടുന്നത്. അതോടുകൂടി ആ മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു? ഫയസ്ലഹു റഅസഹു, അയാളുടെ ആ തല അതിലൂടെ ചതച്ചരയുന്നു. ആ പാറക്കല്ലാണ് കിട്ടുന്നതോടുകൂടി അയാളുടെ തല ചതഞ്ഞരയുകയാണ്. അങ്ങനെയാണ് ഈ മനുഷ്യന്റെ ഏറുകൊണ്ട് തലക്ക് സംഭവിക്കുന്നത്. അങ്ങനെ ഫയതദഹുൽ ഹജറു ഹഹുനാ, അവിടെ നിന്ന് ആ വലിയ പാറക്കല്ല് എന്ത് ചെയ്യുന്നു? അത് ഉരുണ്ടു പോകുന്നു. ഇയാളുടെ തലക്കൊരൊറ്റ ഏറാണ്. ആ ഏറാൻ കൊള്ളുമ്പോ കിടക്കുന്ന മനുഷ്യന്റെ തല ചതഞ്ഞരഞ്ഞ് ചമ്മന്തിയായി മാറുകയാണ്. എന്നിട്ട് ആ കല്ല്, എറിഞ്ഞ കല്ല് ഇങ്ങനെയുണ്ട് ഉരുണ്ടു പോകുമ്പോ ഫയത്ബഉൽ ഹജറ, ഈ എറിഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ ഉരുണ്ടു പോകുന്ന കല്ലിന്റെ പിന്നാലെ പോവുകയാണ്. ഫയഅഖുദുഹു, എന്നിട്ട് ആ പാറക്കല്ല് അയാൾ വീണ്ടും എടുത്ത് തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഫലാ യർജിഉ ഇലൈഹി, ഈ കിടക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ആ പാറക്കല്ലും കൊണ്ട് ഈ മനുഷ്യൻ മടങ്ങി വരുമ്പോഴേക്ക് ഹത്താ യസിഹ റഅസുഹു, അയാളുടെ തല പൂർവസ്ഥിതിയിൽ കമാകാന, ആ നേരത്തെ ആയതുപോലെ ആരോഗ്യമുള്ള തലയായി മാറുന്നു. മനസ്സിലായില്ലേ? അധികം വിശദീകരിക്കേണ്ടതില്ല. ആ പാറക്കല്ല്, എറിഞ്ഞ പാറക്കല്ല് എടുത്ത് എന്നിട്ട് സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്ക് ആദ്യം ചതഞ്ഞരഞ്ഞിരുന്ന തല പൂർവസ്ഥിതി പ്രാപിക്കുന്നു, ഒരു കേടുമില്ലാത്ത തലയായി മാറും. അങ്ങനെ സുമ്മയഊദു അലൈഹി, അങ്ങനെ ആ തലമ്മലേക്ക് വീണ്ടും ഈ പാറക്കല്ല് ഇടുന്നു. ചതഞ്ഞരഞ്ഞ ചമ്മന്തിയാകുന്നു.
ആ കല്ല് ഉരുണ്ടുപോകുന്നു. ഈ മനുഷ്യൻ വീണ്ടും പോയി അത് എടുത്തുകൊണ്ടുവരുന്നു. അപ്പോഴേക്ക് തല പഴയ പോലെ തന്നെ ആരോഗ്യമുള്ള തലയായി മാറുന്നു. വീണ്ടും എറിയുന്നു. ഫയഫ്അലു ബിഹി, അങ്ങനെ ഈ മനുഷ്യനെ കൊണ്ട് അയാൾ ചെയ്യുന്നു മിസ്ലമാ ഫഅലൽ മറത്തൽ ഊലാ, ആദ്യം ചെയ്തതുപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പോകുന്നു, എറിയുന്നു, തല ചതക്കുന്നു, ആ കല്ലുരുണ്ടു പോകുന്നു, തിരിച്ചു വരുന്നു, എറിയുന്നു, കല്ലുരുളുന്നു, തല ചതക്കുന്നു. ഇങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ ഏറുകൊണ്ട് തല ചതഞ്ഞരഞ്ഞ് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലാഹുവിന്റെ റസൂലും കൂടെയുണ്ടായിരുന്ന രണ്ടാള് കൂട്ടിക്കൊണ്ടുപോയ നേരത്ത് കാണുന്നത്. ഇതാണ് നബി തങ്ങൾ കണ്ട സ്വപ്നം. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖാല, സഹാബി പറയാണ്, റസൂലുള്ളാഹി പറയാണ്, ഖുൽതു ലഹുമാ, ഇത് കണ്ടപ്പോ എന്നെ കൂട്ടിക്കൊണ്ടുപോയ രണ്ടാളുകളില്ലേ, ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അത് ഒരു അത്ഭുതകരമായ കാര്യം കാണുമ്പോ, അതിശയകരമായ കാര്യം കാണുമ്പോ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണല്ലോ സുബ്ഹാനല്ലാഹ്. എന്താ ഈ കാണുന്നത്? എന്താ ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കാരണം? എനിക്ക് വല്ലാത്ത അത്ഭുതമായി. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധൻ. മാഹാദാനി, ആരാണ് ഈ രണ്ടാളുകൾ? ഈ രണ്ടാളുകൾ ആരാണ്? ഈ ഏറ് കൊണ്ട ആളും എറിഞ്ഞ ആളും ഒക്കെ ആരായി ഇവര് എന്നിങ്ങനെ ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പൊ കാലാലി, എന്നെ കൂട്ടിക്കൊണ്ടുപോയ ഈ ആളുകൾ, ഈ കൂട്ടിക്കൊണ്ടുപോയവരാരാന്ന് നമ്മൾ ഓർക്കണം. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് മീകായിലാണ് അലൈഹിസ്സലാം. ഈ രണ്ട് മലക്കുകളാണ് റസൂലുള്ളാഹിനെ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. അവരാണ് ഈ രംഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവർ രണ്ടാളും എന്നോട് ഇതാരാണ്, എന്താ ഇവരുടെ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോ അതിന് മറുപടി പറയുന്നതിന് പകരം എന്നോട് രണ്ടാളും എന്താ പറഞ്ഞറിയാം, മുഹമ്മദേ പോ, ഇവിടുന്ന് പോ, നടക്ക് നടക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്നും എന്നോട് നടക്കാൻ പറഞ്ഞു. ഫന്തലഖ്ന, അങ്ങനെ ഞങ്ങൾ മൂവരും അവിടെ നിന്നും മുന്നോട്ട് പോയി. അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോ ഇത് ഒന്നാമത്തെ രംഗം. രണ്ടാമത്തെ രംഗം അവർ കാണുകയാണ്. അതെന്താ? ഫഅതൈനാ, പിന്നെ അവര് ചെന്നെത്തി, പിന്നീട് ഞങ്ങൾ ചെന്നെത്തി അലാ റജുലിൻ, ഒരാളുടെ സമീപത്ത്. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? മുസ്തൽഖിൻ ലിഖഫാഹു, അയാൾ ഇങ്ങനെ മലർന്നു കിടക്കുകയാണ്. മുസ്തൽഖിൻ എന്ന് പറഞ്ഞാൽ ഇസ്തൽഖാ എന്ന് പറഞ്ഞാൽ മലർന്നു കിടന്നു എന്നാണ്. മുസ്തൽഖിൻ ലിഖഫാഹു, അങ്ങനെ മലർന്ന് പെരടി വെച്ച് അയാൾ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. അന്നേരം ആ മനുഷ്യന്റെ സമീപത്ത് ആരുണ്ട്? വഇദാ ആഖറു, ആ മലർന്ന് കിടക്കുന്നയാളുടെ സമീപത്ത് ഒരാള് ഖായിമുൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖായിമുൻ, ഒരാൾ നിൽക്കുന്നുണ്ട്. അലൈഹി വഇദാ ആഖറു ഖായിമുൻ അലൈഹി, അവന്റെ സമീപത്തതാ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്തും കൊണ്ടാണ് നിൽക്കുന്നത്? ബിക്കല്ലൂബിൻ മിൻ ഹദീദ്, കല്ലൂബ് കൊണ്ട് നിൽക്കുന്നുണ്ട്. കല്ലൂബ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ കൊളുത്തിനാണ് പറയുന്നത്. ഇരുമ്പിന്റെ കൊളുത്ത്. ഇപ്പൊ നമ്മൾ മാംസക്കടയിലൊക്കെ പോയാല് വലിയ ഇറച്ചിയുടെ ആ മാംസത്തിന്റെ തുണ്ടം തൂക്കിയിടാൻ വേണ്ടി കൊളുത്തുള്ള ഒരു സാധനം ഉണ്ടാവും, ഇമ്മല തൂക്കി കൊളുത്തിയിടാം. അതേപോലെ നമ്മൾ ചൂണ്ടയിടാൻ പോകുമ്പോ ഇര കോർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊളുത്തുണ്ടല്ലോ, ആ ചൂണ്ടൽ, അതിനൊക്കെ കെല്ലൂബ് എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ കെല്ലൂബ് മിൻ ഹദീദിൻ, ഇരുമ്പിനാലുള്ള ഒരു കൊളുത്തുണ്ട് അയാളുടെ കയ്യിൽ. ഈ കൊളുത്ത് കൊണ്ട് ഇയാൾ എന്താ ചെയ്യുന്നത്? നേരം എന്നിട്ട് ആ ഇരുമ്പിനാലുള്ള കൊളുത്ത് ഉള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ കിടക്കുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? അവന്റെ മുഖത്തിന്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ആ കൊളുത്തും കൊണ്ട് പോയി നിന്നിട്ട് അവൻ ഇങ്ങനെ വലിച്ചു കീറുന്നുണ്ട്. സിദ്ഖഹു, ആ മനുഷ്യന്റെ വായ, നമ്മള് വായയുടെ ഈ ഭാഗം, കവിള് ഭാഗം, ഇവിടേക്ക് ആ കൊളുത്തിട്ടിട്ട് ഈ കൊളുത്തിട്ടിട്ട് യുശർശിറു, അതിട്ട് വലിച്ചു കീറുകയാണ്, പിളർക്കുകയാണ്. എങ്ങോട്ട്? ഇലാ ഖഫാഹു, അയാളുടെ പെരടി വരെ ഈ കൊളുത്തുകൊണ്ട് കീർന്നു മുറിക്കുകയാണ്. പെരടി വരെ ഈ വായ ഭാഗം കീർന്നു മുറിക്കുകയാണ്.
തീർന്നില്ല. വമൻഖിറഹു ഇലാ ഖഫാഹു, മൻഖിർ എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് അത് ഇടുന്നുണ്ട്. അതിലൂടെ കൊളുത്തി വലിച്ചിട്ട് കീറി മുറിച്ച് പെരടി വരെ മുറിക്കുന്നുണ്ട്. തീർന്നില്ല. വഅൈനഹു ഇലാ ഖഫാഹു, അയാളുടെ കണ്ണിലും അത് കൊളുത്തിയിട്ട് ഇലാ ഖഫാഹു, അത് പെരടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. 3 ദ്വാരത്തിലിട്ടിട്ടാണ് ഈ കൊളുത്തുകൊണ്ട് വലിക്കുന്നത്. പെരടി വരെ വായയിലിട്ട് വലിക്കുന്നുണ്ട്, മൂക്കിൽ കുത്തിയിട്ട് വലിക്കുന്നുണ്ട്, കണ്ണിൽ തുളച്ച് കൊളുത്തിയിട്ട് പെരടി വരെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കഠോരമായ ശിക്ഷയാണ് കാണുന്നത്. സുമ്മ യതഹവ്വലു ഇലൽ ജാനിബിൽ ആഖിരി, ആ മനുഷ്യന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വലതുഭാഗത്ത് ഇങ്ങനെ ചെയ്തു, 3 തുളയിലും ഈ കൊളുത്തിട്ടിട്ട് വലിച്ചു കയറി. സുമ്മ യതഹവ്വലു, പിന്നീട് ആ മനുഷ്യൻ മാറി നിൽക്കുന്നു. ഇലൽ ജാനിബിൽ ആഖിരി, ഈ മനുഷ്യന്റെ മറ്റേ ഭാഗത്ത്. അങ്ങനെ മറ്റേ ഭാഗത്തും എന്ത് ചെയ്യുന്നു? ഫയഫ്അലു ബിഹി, ആ മനുഷ്യനെ കൊണ്ട് ചെയ്യുന്നു. മിസ്ല മാ ഫഅല ബിൽ ജാനിബിൽ അവ്വലി, ഈ ഭാഗത്ത് ചെയ്തതുപോലെ ആദ്യം വായയിലും പിന്നെ മൂക്കിലും പിന്നെ കണ്ണിലുമൊക്കെ കൊളുത്തിട്ടിട്ട് പെരടി വരെ അതങ്ങനെ വലിച്ച് വലിച്ച് മുറിക്കുകയാണ്. അത് അതേ വലതുഭാഗത്തും ചെയ്തു, ഇടതുഭാഗത്തും ചെയ്തു. ഫമാ യഫറുഹു മിൻ ദാലികൽ ജാനിബി, ഒരു ഭാഗത്ത് ചെയ്തിട്ട് അയാൾ ഒഴിവാകുമ്പോഴേക്ക് ഹത്താ യസിഹ ദാലികൽ ജാനിബു കമാ കാന, ആദ്യം ചെയ്ത ഭാഗത്തുള്ള മുറിവങ്ങ് കൂടുന്നു. പിന്നീട് അയാൾ അടുത്ത ഭാഗത്ത് ചെയ്യുന്നു. അപ്പോഴേക്കും ഈ ഭാഗത്തെ മുറിവ് സുഖപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ നിരന്തരം ഫമാ യഫറുഹു മിൻ ദാലികൽ ജാനിബി ഹത്താ യസിഹ ദാലികൽ ജാനിബു കമാ കാന സുമ്മ യഊദു അലൈഹി, പിന്നെയും ഈ മനുഷ്യന്റെ ഇപ്പുറത്തേക്ക് വരുന്നു. ഫയഫ്അലു, എന്നിട്ട് ചെയ്യുന്നു. മിസ്ല മാ ഫഅല ഫിൽ മറത്തിൽ ഊലാ, ആദ്യ തവണയെ പ്രകാരമാണോ ചെയ്തതെങ്കിൽ അതേപോലെ ഈ മനുഷ്യനെ കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ കണ്ടതെന്താ? വായയിൽ കൊളുത്തിട്ട് പെരടി വരെ മുറിക്കുക, മൂക്കിന്റെ അകത്ത് കൊളുത്തിട്ട് പെരടി വരെ മുറിക്കുക, കണ്ണിലേക്ക് കുത്തിക്കയറ്റിയിട്ട് പെരടി വരെ കീറി മുറിക്കുക. അത് വലതു ഭാഗത്ത് ചെയ്ത് പൂർത്തിയാകുമ്പോഴേക്ക് ഇടത്തെ ഭാഗത്ത് ചെയ്യുന്നു. ഇടത്തെ ഭാഗത്ത് തുടങ്ങുമ്പോഴേക്ക് ഇവിടുത്തെ മുറിവൊക്കെ കൂടി അവിടെ സാധാരണ സ്ഥിതിയിലായി. അപ്പോഴേക്ക് ഇവിടെ കീറി കഴിഞ്ഞ് വീണ്ടും ഈ നല്ല സ്ഥലം വീണ്ടും കീറുകയാണ്. അപ്പോഴേക്ക് ഇവിടെ പൂർവ്വസ്ഥിതിയിലായി. ഇങ്ങനെ നിരന്തരം ഈ മനുഷ്യന് ശിക്ഷ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായി കണ്ടത്. ആ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണല്ലോ ഈ കാണുന്നത്. മാഹാദാനി, ഇവർ രണ്ടാളും ആരാണ് ഈ 2 പേര് ശിക്ഷിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഇവരാരാണ്? ഖാലാലി, ആ 2 മലക്കുകളും എന്നോട് പറഞ്ഞു, ഇൻതലിഖ്, നടക്കൂ മുന്നോട്ട്. ഫന്തലഖ്നാ, അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു. ഇനി 3ാമത്തെ രംഗത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഫഅതൈനാ, അങ്ങനെ ഞങ്ങൾ ചെന്നെത്തി. അലാ മിസിലി തന്നൂരി, തന്നൂർ എന്ന് പറഞ്ഞാൽ തീ കത്തിക്കുന്ന ചൂളയാണ്. അടുപ്പ്, നമ്മൾ റൊട്ടിയൊക്കെ ചൂടാൻ ഉപയോഗിക്കുന്ന ചൂളല്ലേ, അടിയിൽ തീ ഉണ്ടാകും. അതുപോലെ തന്നെ അതിന്റെ അകത്ത് അതിശക്തമായ കത്തിക്കലുകളും അഗ്നിയും ഒക്കെ ഗോളം ഉയരുന്ന നിലക്കുള്ള ഒരു അടുപ്പ് പോലെയുള്ള ഒരടുപ്പിന് സമാനമായ ഒരു വസ്തുവിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ എത്തിയത്. അന്നേരം അതാ അതിൽ നിന്ന് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ലഗത്തുൻ വഅസ്വാതുൻ, എന്താണെന്നും മനസ്സിലാകാത്ത നിലക്കുള്ള അട്ടഹാസങ്ങൾ. ലഗത്ത് എന്ന് പറഞ്ഞാല് എന്തൊക്കെയോ പറയുന്നത് എന്ന് മനസ്സിലാവാത്ത നിലക്കുള്ള വലിയ അട്ടഹാസങ്ങളും വഅസ്വാതുൻ, സൗത്തുകൾ, ശബ്ദങ്ങളുമൊക്കെയാണ് അടുപ്പിന്റെ അകത്ത് നിന്ന് കേൾക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് അറിയണില്ല. ഭയങ്കരമായൊരു വലിയ അടുപ്പ്, തീ ഇങ്ങനെ കത്തുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് വലിയ ബഹളവും കരച്ചിലും അട്ടഹാസവും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. റസൂൽ പറയണ്, എന്താന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഫത്തലഅനാ ഫീഹി, ഞങ്ങൾ അതിന്റെ അടുത്തേക്കൊന്ന് പാളി നോക്കി.
ഒന്ന് എത്തി നോക്കി എന്താ അവിടെ നടക്കുന്നത് എന്ന് കാണാൻ. അന്നേരം അതാ ആ തന്നൂറിന്റെ അകത്ത്, ആ അടുപ്പിന്റെ അകത്ത് ആരാണുള്ളത്? റിജാലുൻ വനിസാ, കുറെ പുരുഷന്മാരുണ്ട്, കുറെ സ്ത്രീകളുമുണ്ട്. ഏത് സ്ഥിതിയിൽ? നഗ്നകളായിട്ടാണ്. ഒരു നൂൽബന്ധം പോലും ശരീരത്തിലില്ലാത്ത നഗ്നന്മാരായ പുരുഷന്മാരും നഗ്നകളായ സ്ത്രീകളുമാണ് ആ കത്തിക്കപ്പെടുന്ന അടുപ്പിനകത്തുള്ളത്. അന്നേരം അതാ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതാഹും, അവരുടെ അടുക്കലേക്ക് യതീം, അവർക്ക് വന്നെത്തുമ്പോൾ, ലഹബുൻ, തീജ്വാല, മിൻ അസ്ഫല മിൻഹും, അവരുടെ അടിഭാഗത്ത് കൂടി, ആ അടുപ്പിന്റെ അടിഭാഗത്ത് കൂടി അവരുടെ ശരീരത്തിലേക്ക് തീജ്വാല എത്തുമ്പോൾ, തീജ്വാല അവരിലേക്ക് ഇങ്ങനെ പടരുകയാണ് അതിന്റെ അടിഭാഗത്ത് നിന്ന്. ആ തീജ്വാല അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവര് ഭയങ്കരമായ അട്ടഹാസിക്കുന്നുണ്ട്. പൊള്ളല്ലേ, ശരീരത്തിന്റെ അടിഭാഗത്തുകൂടി അതങ്ങനെ കത്തിക്കയറുന്നുണ്ട്. ആണും പെണ്ണുമൊക്കെ അത് അനുഭവിക്കുകയാണ്. ഉടുതുണിയില്ലാത്ത ആണും പെണ്ണുമാണ് അതിന്റെ അകത്ത് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരാ തീ കൊണ്ട് വളരെയേറെ പ്രയാസപ്പെട്ട് അവരിങ്ങനെ അതിൽ കിടന്ന് അട്ടഹസിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. കുൽത്തു, അപ്പോഴും ഞാൻ ചോദിച്ചു എന്റെ കൂടെയുള്ളവരോട്, ആരാണ് ഈ കൂട്ടർ? ആരാണ് അതിന്റെ അകത്തുള്ള ആണും പെണ്ണുങ്ങളും? എന്താ ഇവരുടെ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. കാലാലി, അപ്പോൾ ആ രണ്ട് മലക്കുകളും എന്നോട് പറഞ്ഞു, മുന്നോട്ട് പോ. അപ്പോഴും കാര്യം പറഞ്ഞു തന്നില്ല, എന്താണ് വിഷയം എന്ന് പറഞ്ഞു തന്നില്ല. മുന്നോട്ട് നടക്കാൻ പറഞ്ഞു. അങ്ങനെ അതാ അങ്ങനെ ഞങ്ങൾ നടന്നു, മുന്നോട്ട് വീണ്ടും നടന്നു. പിന്നെ ഞങ്ങൾ എത്തിപ്പെട്ടത് എവിടെയാണ്? ഞങ്ങൾ എത്തിയത് അലാ നഹ്റിൻ, ഒരു നദിയുടെ സമീപത്താണ്. നെഹ്ർ എന്ന് പറഞ്ഞാൽ പുഴ, നദി അതിന്റെ ബഹുവചനമാണ്. അൻഹാർ നമുക്ക് വിശുദ്ധ ഖുർആനിൽ ധാരാളം കേട്ട് പരിചയമുള്ളതാണ്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അപ്പൊ വഇദാ ഫിൻ നഹ്രി, അവിടെ ഫഅതൈനാ അലാ നഹ്റിൻ, ഞങ്ങൾ ഒരു നദിയുടെ സമീപത്ത് ചെന്നെത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താണ്? അഹ്മറ, എങ്ങനെയുള്ള നദിയാണ്? അഹ്മറ, നല്ല ചുവന്ന് തുടുത്ത വെള്ളമുള്ള നദിയാണ്. മിസിലത്തമി, അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ് കളറായ നദിയാണ്. മിസിലത്തമി, ഏതുപോലെയുണ്ട്? ചോര പോലെ, രക്തം പോലെ ചൊകന്ന വെള്ളമുള്ള ഒരു നദിയുടെ സമീപത്താണ് ഞങ്ങൾ എത്തിയത്. വഇദാ ഫിൻ നഹ്രി, അന്നേരം ആ നദിയിലേക്ക് നോക്കുമ്പോൾ ആ നദിയിൽ റജുലുൻ, ഒരാളുണ്ട്. അയാളെന്താ നദിയിൽ, ആ പുഴയിൽ ചെയ്യുന്നത്? സാബിഹുൻ യസ്ബഹു, ആ മനുഷ്യൻ അതിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രക്തപ്പുഴയിൽ ഒരാൾ നീന്തുന്നുണ്ട്. ആ മനുഷ്യൻ നീന്തുന്നുണ്ടെന്ന് മാത്രമല്ല, വഇദാ അലാ ശത്തിൻ നഹ്രി, അപ്പോൾ നദിയുടെ കരയിൽ റജുലുൻ, ഒരാൾ നിൽക്കുന്നുണ്ട്. ശത്തുൻ നഹർ എന്ന് പറഞ്ഞാൽ നദിക്കര, പുഴക്കര. ആ പുഴക്കരയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ എന്താ ഉള്ളത്? അയാളുടെ സമീപത്ത്, ആ മനുഷ്യന്റെ അടുത്ത്, ഖദ് ജമഅ ഇൻദഹു, അയാളുടെ സമീപത്ത് അയാൾ ഇങ്ങനെ കൂട്ടിവെച്ചിട്ടുണ്ട്. ഹിജാറതൻ കസീറതൻ, ധാരാളം കല്ലുകൾ, കുറെ കല്ലുകൾ ആ കരയിൽ നിൽക്കുന്ന അയാളുടെ സമീപത്ത് അയാൾ ഇങ്ങനെ കൂട്ടിവെച്ചിട്ടുണ്ട്. അതെന്തിനാ? ഇനി എന്താ സംഭവിച്ചത്? വഇദാ, നേരമദാ ദാലിക സാബിഹു, ആ നീന്തുന്ന മനുഷ്യൻ, യസ്ബഹു മാ യസ്ബഹു, അയാൾ ഇങ്ങനെ ആ രക്തപ്പുഴയിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീന്തി പോകുന്നുണ്ട്. നീന്തിയിട്ട് സുമ്മയത്തി ദാലിക, അയാൾ കുഴങ്ങുമ്പോ അയാൾ തിരിച്ചു വരികയാണ്. ആ മനുഷ്യന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. ഏതാ മനുഷ്യൻ? അല്ലദീ ഖദ് ജമഅ ഇൻദഹുൽ ഹിജാറ,
കുറെ കല്ലുകൾ കൂട്ടിവെച്ച് കരയിൽ നിൽക്കുന്നയാളുടെ സമീപത്തേക്ക് ഇയാൾ മടങ്ങി വരികയാണ്. രക്ഷ തേടി മടങ്ങി വരികയാണ്. അത് വരുമ്പോ തന്നെ നീന്തി ഹലാക്കായി ബേജാറായി പേടിച്ചിട്ട് ഈ മനുഷ്യൻ രക്തപ്പുഴയിൽ നീന്തി മടങ്ങി വരുന്നത് എങ്ങനെയാണ്? തൊള്ള പൊളിച്ചിട്ടാണ്, വായൊക്കെ പിളർത്തി പൊളിച്ചിട്ടാണ് വരുന്നത്. ഫയഫ്ഗറു ലഹു ഫഹു. ഈ മനുഷ്യൻ ഇങ്ങനെ വായ പിളർത്തിയിട്ട് ഇങ്ങനെ കരയിലേക്ക് നീന്തി നീന്തി വരുമ്പോ ഈ കരയിൽ നിൽക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? അയാളുടെ സമീപത്ത് കൂട്ടിവെച്ചിട്ടുള്ള കല്ലെടുത്തിട്ട് ഫയുൽഖിമുഹു ഹജറാ, ആ മനുഷ്യന്റെ വായയിലേക്ക് ആ കല്ലുകൾ നിറക്കുന്നു. വായും പൊളിച്ചിട്ട് രക്ഷ തേടി കരയിലേക്ക് നീന്തി വരുന്ന ഈ മനുഷ്യന്റെ വായയിലേക്ക് കരയിൽ കല്ലുകളുമായി കാത്തു നിൽക്കുന്ന മനുഷ്യൻ എന്താ വെച്ചത്? കല്ല് വാരിയിട്ട് അയാളെ വായിൽക്കാണ് നിറക്കുകയാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്യാണ്? ആ മനുഷ്യൻ പിന്നെയും നീന്തുകയാണ്. അപ്പോൾ അയാൾ അങ്ങോട്ട് തന്നെ നീന്തിപ്പോകുന്നു. ഫയന്തലിഖു, ആ മനുഷ്യൻ അവിടെ നിന്ന് പിറകോട്ട് നീന്തുന്നു. ഫയസ്ബഹു, അയാൾ നീന്തിയിട്ട് സുമ്മ യർജിഉ ഇലൈഹി, കുറെ നീന്തിയിട്ട് കുഴങ്ങി അയാൾ പിന്നെയും വായും പൊളിച്ച് ഇങ്ങോട്ട് വരുമ്പോ എന്ത് ചെയ്യുകയാണ് ഈ മനുഷ്യൻ? കുല്ലമാ റജഅ ഇലൈഹി, ഈ മനുഷ്യന്റെ അടുത്തേക്ക് മടങ്ങി വരുമ്പോഴൊക്കെ ഫഗറ ലഹു ഫഹു, അയാൾ വായ പിളർത്തിയിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോഴൊക്കെ ഫഅൽഖമഹു ഹജറാ, കല്ലുകൾ കൊണ്ട് അയാളുടെ വായ മൂടുന്നു. വായയിലേക്ക് കല്ലെറിഞ്ഞിട്ട് ആ അവസ്ഥയിൽ അങ്ങനെ ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്? പിന്നെ അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ഇയാളുടെ കല്ലെടുത്തെറിയുന്നു. ഇങ്ങനെ ഇങ്ങനെ രക്തപ്പുഴയിൽ അയാൾ ഇങ്ങനെ നീന്തി ഹലാക്കായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാലാമതായി കണ്ടത്. ആ അവസരത്തിൽ ഞാൻ കൂടെയുള്ളവരോട് ചോദിച്ചു, ഖുൽതു ലഹുമാ, ഞാൻ ഈ രണ്ടാളുകളോടും ചോദിച്ചു, മാഹാദാൻ, ഇവർ രണ്ടാളുടെയും കാര്യം എന്താണ്? അപ്പോഴും ഖാലാലി, ആ രണ്ട് മലക്കുകളും എന്നോട് പറഞ്ഞു, ഇൻതലിഖ് ഇൻതലിഖ്, പൊയ്ക്കോ, നീ പൊയ്ക്കോ, മുന്നോട്ട് നടക്കൂ, മുന്നോട്ട് നടക്കൂ എന്നാണ് പറയുന്നത്. ഫന്തലഖ്നാ, അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പൊ നാലാമത്തെ സംഭവം ഇതാണ്. പിന്നീട് ഞങ്ങൾ എത്തിപ്പെട്ടത് ഇതാ അഞ്ചാമത്തെ സംഭവം എന്താണ്? ഫഅതൈനാ, പിന്നെ ഞങ്ങൾ എത്തിയത് അലാ റജുലിൻ, ഒരാളുടെ സമീപത്താണ്. ആ മനുഷ്യന്റെ പ്രത്യേകത, അയാള് കരീഹിൽ മർആതി. കരീഹിൽ മർആതി എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ കാഴ്ചക്ക് അയാളെ കണ്ടാൽ തന്നെ നല്ല വെറുപ്പ് തോന്നുന്ന, പേടി തോന്നുന്ന ഒരു വിരൂപിയായ ഒരു മനുഷ്യനെ പോലെയാണ്. ഔ അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഏറ്റവും മോശപ്പെട്ട നിലക്ക് ഒരാളെ നീ കാണുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അങ്ങനത്തെ ഒരാളുടെ സമീപത്തേക്കാണ് പിന്നെ ഞങ്ങൾ എത്തിപ്പെട്ടത്. അയാളുടെ പ്രത്യേകത എന്താണ്? അങ്ങനെയുള്ള കണ്ടാൽ പേടി തോന്നുന്ന വിരൂപനായ, വളരെ കാഴ്ചയിൽ തന്നെ നമുക്ക് പേടി തോന്നുന്ന ഒരാള്. അയാളുടെ അടുക്കൽ ഫൈദ, അന്നേരം ഹുവ ഇൻദഹു, അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട് നാറുൻ, തീയുണ്ട്. ആ തീ യഹ്ശുഹാ യൂഖിദുഹാ, അതായത് അയാൾ ഇങ്ങനെ തീ കത്തിക്കുന്നുണ്ട്. അയാളുടെ ജോലി എന്താണ്? അയാൾ തീ ഇങ്ങനെ ആളിപ്പടർത്തി കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വയസ്ആ ഹൗലഹാ, എന്നിട്ട് ആ കത്തുന്ന തീക്ക് ചുറ്റും അയാൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അതിന്റെ അടുക്കൽ, അതിന്റെ ചുറ്റും അദ്ദേഹം ഇങ്ങനെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഖുൽതു ലഹുമാ, ഈ കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ഞാൻ രണ്ടാളോട് ചോദിച്ചു, മഹാദാ, ഇയാളാരാണ്? ഇതെന്താ കഥ? അപ്പോഴും ഖാലാലി, അവർ രണ്ടാളും എന്നോട് പറഞ്ഞു, ഇൻതലിഖ് ഇൻതലിഖ്, നീ നടക്കൂ, താങ്കൾ നടക്കൂ, മുന്നോട്ട് നടക്കൂ എന്ന് വീണ്ടും പറയുന്നത്. ഫന്തലഖ്നാ, അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഫഅതൈനാ, ഇനി എത്തിപ്പെടുന്നത് അടുത്ത സ്ഥലം, ആറാമത്തെ സ്ഥലം. ഫഅതൈനാ, ഞങ്ങൾ എത്തിപ്പെട്ടു അലാ റൗളത്തിൻ, ഒരു തോട്ടത്തിന് സമീപത്തേക്ക്. റൗള നമുക്കറിയാലോ, റൗള എന്ന് പറഞ്ഞാൽ തോട്ടം, തോട്ടം. റൗളയുടെ സമീപത്തേക്ക് എത്തിപ്പെട്ടു. മുഅ്തമ്മത്തിൻ, എങ്ങനെയുള്ള തോട്ടമാണ്? മുഅ്തമ്മത്തിൻ, നല്ല പച്ച നിറം, നല്ല കടും പച്ച നിറത്തിലുള്ള ഒരു തോട്ടം.
അതിൽ വൃക്ഷങ്ങളും സസ്യലതാദികളും ഒക്കെ ഇടതൂർന്നിങ്ങനെ നല്ല പച്ച നിറത്തിലുള്ള കാണാൻ മനോഹരമായ ആ നിലക്കുള്ള ഒരു തോട്ടം. ഫീഹാ, അതിലുണ്ട് മിൻ കുല്ലി നൗരി റബീഇ, വസന്തകാല ചെടികളെല്ലാം അതിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള അഴകാർന്ന ഒരു ഉദ്യാനം, ആ ഉദ്യാനത്തിന്റെ സമീപത്തേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. ആ സമയത്ത് അന്നേരം അതാ ബൈന വഹ്റയി റൗദ, ആ തോട്ടത്തിന്റെ മുന്നിലായി തന്നെ നിൽക്കുന്നുണ്ട് റജുലുൻ തവീലുൻ, നല്ല നീളമുള്ള ഒരു മനുഷ്യൻ. നീളമുള്ള ഒരു മനുഷ്യൻ ആ തോട്ടത്തിന്റെ സമീപത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റസൂൽ പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ അകാദു അറാ റഅ്സഹു, അദ്ദേഹത്തിന്റെ തല എനിക്ക് കാണാൻ പറ്റുന്നില്ല. തൂലൻ, നീളം കൊണ്ട്, ഫിസ്സമായി, ആകാശത്ത്. ഞാൻ അങ്ങനെ മുകൾക്ക് ഇങ്ങനെ ആകാശത്തേക്ക് ഞാൻ നോക്കുമ്പോ നീളം കൊണ്ട് അദ്ദേഹത്തിന്റെ തല എനിക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയും നീളത്തിലുള്ള ഒരു മനുഷ്യനെയാണ് അതിന്റെ അടുക്കൽ ഞാൻ കണ്ടത്. അദ്ദേഹം മാത്രമല്ല, വൈദാ ഹൗല റജുലി, ആ നീളമുള്ള മനുഷ്യന്റെ ചുറ്റും എനിക്ക് കാണാൻ സാധിച്ചു മിൻ അക്സരി വിൽദാനിൻ, കുറേ കുട്ടികൾ. വിൽദാൻ, ധാരാളം കുട്ടികളെ ഞാൻ കാണുകയാണ്. മാ റഅയ്തുഹും ഖത്തു, ഇന്ന് വരെ ഞാൻ ആ കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കുട്ടികളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കുറേ കുട്ടികളുണ്ട് ആ നീളമുള്ള മനുഷ്യന്റെ ചുറ്റും ഇങ്ങനെ കാണുന്നുണ്ട് എനിക്ക്. അപ്പോ ആ അവസരത്തിലും ഞാൻ ചോദിച്ചു, പഴയ ചോദ്യം തന്നെ ചോദിച്ചു ഒപ്പമുള്ള രണ്ടാളുകളോട്, മാഹാദാ, ഇദ്ദേഹം ആരാണ്? വമാ ഹൗലായി, അക്കൂട്ടരാരാണ്? ഈ കുട്ടികളാ, ഇദ്ദേഹം ആരാണ്? നിങ്ങളുള്ള മനുഷ്യൻ ഇദ്ദേഹം ആരാ? അതുപോലെ ഈ കുട്ടികളാരാ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഖാലാലി, ആ രണ്ടാളും എന്നോട് ആദ്യത്തെ മറുപടി പോലെ തന്നെ പറഞ്ഞു, ഇൻതലിഖ്, ഇൻതലിഖ്, താങ്കൾ മുന്നോട്ട് പോവുക, താങ്കൾ മുന്നോട്ട് നടക്കുക. ഫന്തലഖ്നാ, അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അവർ ചില കാഴ്ചകൾ കാണുകയാണ്. ആ കാഴ്ചകൾ ഏതൊക്കെയായിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. മാത്രമല്ല, ഇനിയും കാണുന്ന വേറെയും കുറെ കാഴ്ചകളുണ്ട്. അതിന്റെ ശേഷം ഈ കണ്ടതിന്റെയൊക്കെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ വിവരണം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളുമുണ്ട്. സുദീർഘമായ ഈ ഹദീസിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സൂക്ഷ്മതയുള്ളവരായി തീരുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.